ശരിയല്ല ഏട്ടാ. ചക്രവർത്തിയുടെ സിംഹാസനത്തിൽ ദാസി ഇരുന്ന സിംഹാസനത്തിന്റെ പ്രൗഢി തന്നെ നഷ്ടമായി പോവും. ചക്രവർത്തിനിയായാൽ പ്രൗഢി വർദ്ധിക്കേ ഉള്ളൂ. പടിപടിയായുള്ള സ്ഥാനക്കയറ്റത്തിന് നിലനിൽപ്പുള്ളൂ. പെട്ടെന്നുള്ള ഉയർച്ച ശാശ്വതമല്ല. ഉയർച്ചയ്ക്കനുസരിച്ചുള്ള കഴിവും ആത്മാർത്ഥതയും കൈമുതലായി ഉണ്ടെങ്കിൽ അത് ശാശ്വതമായിക്കോളും. Come in, sir. യെസ്, കം ഇൻ. Good morning, sir. ഗുഡ് മോർണിംഗ് ബോസ്. ഗുഡ് മോർണിംഗ്. ആ, വർഷം ഓഫീസർ ഒന്ന് കണ്ടിട്ടോ. ശരി. അപ്പോ മീറ്റിംഗ് സക്സസ് ആയെന്ന് അർത്ഥം. ഒരുപാട് വാദപ്രതിവാദങ്ങൾ നടന്നു കാണുമല്ലേ? അതെ ബോസ്. പറഞ്ഞതാൻ തെരച്ചോളും. ഇവിടെ തീർക്കാനാ പറഞ്ഞിരിക്കുന്നത്. അയ്യോ അയ്യോ. ഗുഡ്. എന്ത് ചെയ്യാനാ, ഞാൻ പണ്ടേ ഇങ്ങനെ ഒന്നിന് കണ്ണു വച്ചാ അത് സ്വന്തമാക്കിയിരിക്കും. അത് മണ്ണായാലും പെണ്ണായാലും. പാവ അയാൾക്ക് അപ്പനപ്പൂപ്പന്മാര് വഴി കിട്ടിയ സ്വത്താ. അത് വിൽക്കണോ വിൽക്കണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള റൈറ്റ്സും അയാൾക്ക് തന്നെയാ. പക്ഷേ ഞാൻ കൊതിച്ചു പോയില്ലേ. കൊതിച്ചാ കിട്ടിയില്ലെങ്കിലേ എനിക്ക് വലിയ സങ്കടമാവും. ബോസ്, ഞങ്ങളങ്ങോട്ട്. വർഷയുടെ അകത്തേക്ക് വരാൻ പറയാം. യെസ് ബോസ്. വർഷ, ഇത് വാങ്ങിക്കുന്നേ. ഇതെന്താ പ്രമാണോ? വാങ്ങി വായിച്ചു നോക്ക്. ഇത് എന്റെ പേരിലാണല്ലോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതെ, സിറ്റിയുടെ മധ്യഭാഗത്ത് പൊന്നിൻ വിലയുള്ള 4 ഏക്കർ ഭൂമി എന്റെ ഭാര്യ വർഷയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. പുതുതായി തുടങ്ങുന്ന ഔഷധ കമ്പനിക്ക് ആവശ്യമായ മരുന്നുകൾ നിർമ്മിക്കാനുള്ള ഔഷധ ചെടികൾ നട്ടു വളർത്താനുള്ള എസ്റ്റേറ്റ് ആണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. ഇത് എന്റെ പേരിൽ തന്നെ വേണമായിരുന്നു. മരുന്ന് കമ്പനി തന്നെ വർഷയുടെ പേരിൽ തുടങ്ങുന്നത്. അപ്പൊ അതിനുവേണ്ടി വാങ്ങിയ സ്ഥലവും വർഷയുടെ പേരിൽ തന്നെ വേണ്ടേ? വർഷയുടെ കഴുത്തില് ഞാൻ താലി കെട്ടിയ ശേഷം ഞാൻ ആദ്യമായി ഭാര്യയ്ക്ക് നൽകുന്ന ഗിഫ്റ്റാണിത്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. ജീവിതത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റായത്. എന്റെ ജീവിതത്തില് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണെന്ന് അറിയോ വർഷയ്ക്ക്? അത് നീയാ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സമ്മാനം. കാമിനി വിക്രമിന് കരുതി വെച്ച ലോകത്തെ ഏറ്റവും വില പിടിച്ച സമ്മാനം. അയ്യോ, ഞാൻ പറഞ്ഞതാ സത്യം. ദിയമോള് വന്ദന പ്രസവിച്ച കുട്ടിയല്ല. അല്ല, വിദ്യാർത്ഥി വെറുതെ അല്ല ജഗ, വന്ദന എടുത്തു വളർത്തുന്ന കുട്ടിയാ ദിയമോള്. പിന്നെ ഒരു കാര്യം കൂടി നീ അറിയണം, വന്ദന വിവാഹിതയല്ല.
വന്ദന വർക്ക് ചെയ്ത ഓഫീസിലെ MD ആയിരുന്നു ബിസിനസ്മാനായ രാജീവ് മേനൻ. ദിയെ വളർത്തിയത് രാജീവും അവന്റെ രണ്ടാനമ്മയായ വിദ്യാമ്മയും കൂടിയാ. ദിയയുടെ നല്ല ഭാവിക്ക് വേണ്ടിയാ വിദ്യാമ്മ വന്ദനയെ രാജീവിനു വേണ്ടി ആലോചിച്ചതും വിവാഹം ഉറപ്പിച്ചതും. എന്നാൽ വിധി വിവാഹത്തിന് മുൻപ് തന്നെ രാജീവിന്റെ ജീവൻ അപഹരിച്ചു. വിവാഹിതാകാതെ വന്ദന വിധവയായി. തന്റെ ജീവനായ ദിയമോളുടെ സംരക്ഷണം സ്വന്തക്കാരിൽ നിന്നും വന്ദന ഏറ്റെടുത്തു. അങ്ങനെ താൻ പ്രസവിക്കാത്ത ദിയമോളുടെ അമ്മയായി വന്ദന അക്ഷരാർത്ഥത്തിൽ മാറുകയായിരുന്നു. അതേ ജഗ, വന്ദന വിവാഹിതയല്ല. ദിയമോള് വന്ദനയുടെ മകളുമല്ല.